നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രയേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാൻ ലോകരാജ്യങ്ങൾ ഇടപെടൽ ശക്തമാക്കുകയാണ്. മധ്യസ്ഥ ചർച്ചകൾ ഫലം കാണാതെ വന്നതോടെ യുദ്ധം ഉടനെങ്ങും അവസാനിക്കില്ലെന്ന ആശങ്കയേറിയിരുന്നു. എന്നാൽ ഇപ്പോൾ US പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച ഗാസയിലെ വെടിനിർത്തൽ കരാർ യുദ്ധം അവസാനിപ്പിക്കാൻ വഴിയൊരുക്കുമോ എന്ന് ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് ലോകരാജ്യങ്ങൾ. വെടിനിർത്തൽ കരാർ ഹമാസ് സ്വാഗതം ചെയ്തെങ്കിലും ഇസ്രയേൽ ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണമൊന്നും തന്നെ നടത്തിയിട്ടില്ല. സ്ഥിരമായി വെടിനിർത്തൽ ഉറപ്പാക്കുന്ന കരാറാണ് ആവശ്യം. ഗാസയിൽ നിന്ന് ഇസ്രയേൽ സൈന്യം പൂർണ്ണമായും പിന്മാറുകയും ചെയ്യണം. ഇസ്രയേൽ തടവിലാക്കിയ പലസ്തീൻകാരെയും വിട്ടയക്കണം. ഈ നടപടികൾ ഉറപ്പാക്കുന്ന കരാറിനോട് അനുകൂലമായി പ്രതികരിക്കുമെന്നും ഹമാസ് നേതൃത്വം വ്യക്തമാക്കി കഴിഞ്ഞു. എന്നാൽ കരാർ അംഗീകരിക്കണമെന്ന ഇസ്രയേലിലെ പ്രതിപക്ഷ നേതാവ് യയിർ ലപീദ് ആവശ്യപ്പെട്ടു. കരാർ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട ബന്ദികളുടെ കുടുംബാംഗങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട്. ഗാസയിൽ സമാധാനം കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ US ഊർജിതമാക്കിയിട്ടുണ്ട്. സൗദി അറേബ്യ, അതുപോലെ തുർക്കി, ജോർദാൻ എന്നീ രാജ്യങ്ങളുടെ പ്രതിനിധികളുമായി USന്റെ ഉന്നത നയതന്ത്ര ഉദ്യോഗസ്ഥർ ചർച്ച നടത്തി. 3 ഘട്ടമായാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന വെടിനിർത്തൽ കരാർ നടപ്പാക്കാൻ ലക്ഷ്യമിടുന്നത്. 6 ആഴ്ചത്തെ ആദ്യഘട്ടത്തിൽ ജനവാസ മേഖലകളിൽ നിന്ന് ഇസ്രയേൽ സൈന്യം പിന്മാറും. ഈ സമയത്ത് ബന്ദികളാക്കിയവരിലെ സ്ത്രീകൾ, കുട്ടികൾ, പ്രായമായവർ എന്നിവരെ ഹമാസ് മോചിപ്പിക്കണം. പകരം പലസ്തീൻ തടവുകാരെ ഇസ്രയേൽ വിട്ടയക്കും. 2ാം ഘട്ടത്തിൽ പുരുഷ സൈനികരെ ഹമാസ് വിട്ടയക്കും. സമ്പൂർണ്ണ വെടിനിർത്തലും ഉണ്ടാകും. 3ാം ഘട്ടത്തിൽ USന്റെയും അതുപോലെ അന്താരാഷ്ട്ര ഏജൻസികളുടെയും സഹായത്തോടെ ഗാസയുടെ പുനർനിർമ്മാണം തുടങ്ങുന്നതുമാണ് കരാർ. അതുപോലെ റാഫ അതിർത്തി തുറന്നു കൊടുക്കുന്നതിനെ കുറിച്ച് ഞായറാഴ്ച ഈജിപ്ത്, ഇസ്രയേൽ, US പ്രതിനിധികൾ തമ്മിൽ ചർച്ച നടത്തിയേക്കും. നിലവിൽ ഇസ്രയേൽ സേനയുടെ നിയന്ത്രണത്തിലാണ് ഗാസയിൽ നിന്ന് ഈജിപ്തിലേക്കുള്ള റാഫ അതിർത്തി. ഇതുവഴിയാണ് ഗാസയിലെ ആളുകൾക്ക് സഹായം എത്തിക്കുന്നത്. ഗാസയിൽ വെടിനിർത്തൽ നടപ്പാക്കാൻ സമാധാന സേനയെ അയക്കാൻ തയ്യാറാണെന്ന് ഇന്തോനേഷ്യ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ അമ്പിനും വില്ലിനും അടുക്കില്ലെന്ന നിലപാടിൽ തന്നെയാണ് ഇസ്രയേൽ എന്ന വിലയിരുത്തേണ്ടിയിരിക്കുന്നു. ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കാതെ ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കില്ലെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിച്ചു പറഞ്ഞു. ഗാസയിൽ ഭരണം നടത്താനും ഇസ്രയേലിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്താനുമുള്ള ഹമാസിന്റെ ശേഷിയെ പൂർണ്ണമായും നശിപ്പിക്കുമെന്നും നെതന്യാഹു വ്യക്തമാക്കി. അതേസമയം റാഫ ഉൾപ്പെടെ ഗാസയിൽ ഇസ്രയേൽ വ്യാപക ആക്രമണം തുടരുകയാണ്. ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 36,379 ഉയർന്നിട്ടുണ്ട്. 24 മണിക്കൂറിനിടെ 95 പേരാണ് കൊല്ലപ്പെട്ടത്. ഗാസ യുദ്ധം തുടങ്ങിയതിനു ശേഷം ഇതുവരെ തങ്ങളുടെ 33 അംഗങ്ങൾ കൊല്ലപ്പെട്ടതായി റെഡ് ക്രസന്റ് അറിയിച്ചിട്ടുണ്ട്. ലെബനനിലെ ഹിസ്ബുള്ളയുടെ താവളങ്ങൾക്ക് നേരെ ഇസ്രയേൽ വ്യോമാക്രമണം നടത്തി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.